നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഓൺലൈനിലും അല്ലാതെ ഓഫ്ലൈനിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും. കോൺഗ്രസ് പാർട്ടി ആ രാജി ചോദിച്ചു വാങ്ങും. കാരണം വി.ഡി. സതീശനടക്കമുള്ള ആളുകൾ UDF വരാനുള്ള തയ്യാറെടുപ്പിലാണ്. 100 സീറ്റിലെങ്കിലും പറ്റും, അല്ലെങ്കിൽ ഒരു 90 സീറ്റിലെങ്കിലും UDF വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു, ഒരു സിനിമാ നടി വന്ന് പറഞ്ഞു, അത് പിന്നെ അങ്ങനെ അങ്ങ് ഒഴുകിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുത്തുകാരി വന്ന് പറഞ്ഞു, അപ്പോഴും അതങ്ങ് ഒഴുകിപ്പോയി. പക്ഷേ ഇതിങ്ങനെ തുരുതുരുതുര ദിവസം തോറും തെളിവുകൾ ഓരോ ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയും കൂടുതൽ സ്ത്രീകൾ വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധത്തിലാണ്. പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധത്തിൽ നിന്ന് ഉയരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്തസാക്ഷിയാക്കി മാറ്റിയെടുത്താൽ അദ്ദേഹത്തിനെ, രക്തസാക്ഷി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പാർട്ടി ചിന്തിക്കുമ്പോൾ, അല്ല പുറത്ത് വയ്ക്കുമ്പോൾ അയാൾ രക്തസാക്ഷി എന്നുള്ള നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. പക്ഷേ പാർട്ടിക്കകത്ത് ഒരു രക്തസാക്ഷിത്വത്തെ കൊടുത്താൽ, ഒരു രക്തസാക്ഷിത്വ പരിവേഷം രാഹുലിന് കൊടുത്താൽ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നുള്ളതാണ് PR വർക്ക് ചെയ്യുന്ന ഏജൻസിയിൽ നിന്ന് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന ഒരു ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തിലെ കുറ്റപത്രം കൊടുത്തിട്ട് മുകേഷ് രാജിവെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും അപ്പുറത്ത് ഇതാ രാജിവെച്ചില്ല, ഞങ്ങളിതാ രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുന്ന വേറൊരു പൊളിറ്റിക്സ്, ഒരു ഫ്രഷ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഒരു ഫെയർ പൊളിറ്റിക്സിൻ്റെ ഒരു വകയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിൻസെൻറ്റിനെതിരെ ഇതുപോലെ ഒരു കേസ് വന്നു. വിൻസെൻറ്റിനെതിരെയും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും കേസുണ്ടായിട്ട് അവർ തുടരുന്നതും രാഹുലിന് അനുകൂലമാണ്. അതേസമയം പലർക്കും ഇങ്ങനെ പല കേസുകളും വന്നിട്ടും തുടരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും രാഹുലിനെതിരെ പരാതി ആരും പോലീസ് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. 3 പേർക്കുണ്ട് രാഹുലിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പരാതി ഒരേ തട്ടിൽ കോൺഗ്രസ് കാണുമോ എന്നുള്ളതാണ് വളരെ നിർണായകമായിട്ടുള്ള കാര്യം. കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയോ നിയമ നടപടികളിലേക്ക് കടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുലിന് സംരക്ഷണം കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതുവരെ പാർട്ടിതല അന്വേഷണമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചർച്ചകൾ നടക്കുകയാണ്. KPCC അത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. സാങ്കേതികത്വം പറഞ്ഞ് ഒഴിയാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി, രാഷ്ട്രീയ ഭാവി വളരെ തുലാസിലാണ്. MLA സ്ഥാനവും തുലാസിലാണ്. കടുത്ത തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വി.ഡി. സതീശനടക്കമുള്ള ആളുകൾക്ക് ആദർശത്തിൻ്റെ പരിവേഷത്തോടു കൂടി നിൽക്കുന്നവർക്ക് ആ ആദർശത്തിൻ്റെ ഗ്രാഫ് ഒന്നുകൂടെ ഉയർത്താൻ രാഹുൽ എൻ്റെ കൂടെ നിന്ന്, സ്വന്തമായി നിന്ന്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഷാഫിയോടൊപ്പം നിന്ന്, എൻ്റെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരനെ, അവൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, MLA ആയാലും കൊള്ളാം, ഞങ്ങൾ രാജിവെപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, കാരണം ഒരു 8-9 മാസം ഇനി ഉള്ളല്ലോ, അങ്ങനെയുണ്ടല്ലോ, 5 വർഷം ഇല്ലല്ലോ. അപ്പോൾ ഒരു 9 മാസത്തേക്ക് ഒരു കുരുതി കൊടുത്താൽ, ഒരു രക്തസാക്ഷി സൃഷ്ടിച്ചാൽ കോൺഗ്രസിൻ്റെയും നമ്മുടെ വി.ഡി. സതീശൻ്റെയും ഗ്രാഫ് ഒന്നുകൂടി ഉയരും എന്നുള്ള ഒരു ചിന്തയിലാണ് വി.ഡി. സതീശനും സംഘവുമുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം തെറിക്കുവാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. മിക്കവാറും കോൺഗ്രസിൻ്റെ AICC ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടും. അങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായിട്ട് തുടരുന്നത്. ഇനി പാലക്കാട് നിന്നാൽ ജയിക്കുമോ, അല്ല വേറെ എവിടെയാണ് നിന്ന് അദ്ദേഹം ജയിക്കുക? ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ നാളത്തെ മന്ത്രിയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വലിയ വകുപ്പുകളിലേക്കും MP ആയിട്ടൊക്കെ പോകാനുണ്ടായിരുന്ന വലിയ ഒരു സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കുറേ സ്ത്രീകളും കൂടി ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതിൽ സ്ത്രീകളെ ഞാൻ കുറച്ച് കുറ്റം പറയേണ്ടി വരും. കാര്യം ഒരു പ്രാവശ്യം ഒരാൾ നമ്മോട് അപമര്യാദയെ പെരുമാറിയാൽ, അശ്ലീലമായി പെരുമാറിയാൽ, അത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ അപ്പോഴേ കട്ട് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും, പിന്നെ ഒരു പെൺകുട്ടി അബോർഷൻ്റെ കഥ വരെ പറയുന്നു, അത് ഹോട്ടലിൽ പോവുകയും കൂടെ നിൽക്കുകയും കൂടെ ഇരിക്കുകയും കൂടെ കിടക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ പരാതികളും പരിഭവങ്ങളായിട്ട് വരുന്നത് കൊണ്ടാണ് സ്ത്രീ സമൂഹത്തിൻ്റെ ഇടയിലും 2 തട്ടിൽ ആളുകൾ നിന്നുകൊണ്ട് രാഹുലിന് അനുകൂലമായും കുറേ സ്ത്രീകൾ വരുന്നതിൻ്റെ കാരണം ഇതാണ്. അത് വേണ്ട. നമുക്ക് എന്തായാലും ഒരു അലിമ്പായിപ്പോയി. മറ്റ് രാഷ്ട്രീയക്കാർ ചിന്തിച്ചോളുക. ഈ അലിമ്പ് അശ്ലീല രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാവുക. പഴയ കാലമല്ല. നിങ്ങൾക്ക് സ്ത്രീകളെ പർട്ടിക്കുലർ സ്ത്രീയെ കിട്ടണം എന്ന് നിർബന്ധം പിടിക്കാതിരുന്നാൽ മതി. സ്ത്രീകളെ കിട്ടണമെന്ന് വിചാരിച്ചാൽ ധാരാളം സ്ത്രീകളൊക്കെ ഉള്ളൊരു നാടാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ദയവായി ആരുടെയും പുറകെ നടക്കാതിരിക്കാൻ പുരുഷന്മാരും, ഇതുപോലെ സാഹചര്യങ്ങൾ വന്നാൽ അതിനെ അപ്പോൾ തന്നെ കട്ട് ചെയ്യുവാൻ സ്ത്രീകളും തയ്യാറായാൽ കുറേ കൂടി രാഷ്ട്രീയ രംഗം സംതൃപ്തിപ്പെടും, സമ്പുഷ്ടമാകും. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾ, ചെറുപ്പക്കാർ ഉൾപ്പെടെ അറിയേണ്ടത്, കുറച്ച് സ്ത്രീകളെങ്കിലും, വളരെ കുറച്ച് പേരെങ്കിലും ട്രാപ്പ് ചെയ്യാനും ഹണി ട്രാപ്പിനൊക്കെ നടക്കുന്നവരുണ്ട്. ഒരു വലയിലും വീണു പോകാതിരിക്കട്ടെ. നമ്മുടെ രാഷ്ട്രീയ രംഗം ശുദ്ധമാകട്ടെ. രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും കാഴ്ചപ്പാട്.